ഹലോ ഹായ് നമസ്കാരം. ഏവർക്കും മായക്കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വാമനപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാമനപുരത്ത് എന്താണെന്നല്ലേ, കുറച്ച് വിശേഷങ്ങളുണ്ട്. വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, തേൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? തേനിൻ്റെ മധുരം എപ്പോഴും നമ്മളെ ത്രസിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് കുടിക്കാൻ ആഗ്രഹം തോന്നുന്നതാണ് തേനിൻ്റെ മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് തേൻ വിശേഷങ്ങളാണ് മായാക്കാഴ്ചകളോട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. 40 വർഷത്തിലേറെയായി തേനീച്ച കൃഷിയിലൂടെ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകൻ, ശ്രീ സുരേഷ്. അപ്പോൾ സുരേഷ് ചേട്ടനെ പരിചയപ്പെടാം ഇന്നത്തെ മായക്കാഴ്ചകളിലൂടെ. ഇത് തീർത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു എപ്പിസോഡായിരിക്കും. അപ്പോൾ തേനിൻ്റെ ആ മായ വിസ്മയങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹായ് ചേട്ടാ, ഗുരു ഹണിയുടെ സ്ഥാപകനാണ് അല്ലേ? 40 വർഷത്തിലേറെയായി ഒരു പാരമ്പര്യ തൊഴിൽ എന്നോണം ഇത് നടത്തിപ്പോയിരുന്നു അല്ലേ? അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ ആ ഒരു അറിവ് ഇന്ന് ഒരുപാട് പേർക്ക് എന്താണ് ജീവിതമായി മാറുന്നുണ്ട്. ഈ ഒരു ഗുരു ഹണി എന്ന പേരിലാണ് അങ്ങയുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ചെറുതേൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് ചെറുതേൻ എന്ന് പറയുന്നത്. വൻതേനും ചെറുതേനും ഉണ്ടെങ്കിൽ ചെറുതേനാണ് നമ്മൾ കൂടുതൽ ആവശ്യക്കാർ വരുന്നതും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾക്കൊക്കെ തന്നെയും പ്രതിവിധിയായിട്ട് വൈദ്യന്മാരൊക്കെ നിർദ്ദേശിക്കുന്നതൊക്കെ ചെറുതേനാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഇപ്പോൾ അച്ഛൻ്റെ ഒരു പാരമ്പര്യം ഉണ്ട് നമുക്കറിയാം. എങ്ങനെയാണ് കുഞ്ഞിലെ മുതലേ ഇതിനോടൊരു ഇഷ്ടമായിരുന്നു? എങ്ങനെയായിരുന്നു? ആദ്യം വലിയ തേനീച്ചയാണ് ഞാൻ വളർത്തി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് 1-2 ചെറിയ തേനീച്ച കൂടുമായിട്ട് തുടങ്ങി. അത് ഉപയോഗിച്ച് ഇപ്പം 1000-ന് പുറത്ത് കൂടെ എനിക്ക് ഇപ്പം നിലവിലുണ്ട്, പുറത്തുണ്ട്. അപ്പം ചെറുതേനീച്ച പല ദൂരം നിന്നും പല ആൾക്കാർ ഒറിജിനൽ ചെറുതേന് വേണ്ടിയിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട്. പല ഇന്നടത്ത് ഒറിജിനൽ കിട്ടുന്നത്. അപ്പം ഒറിജിനൽ എന്തായിരുന്നാലും ചെറുതേന് വിപണിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒറിജിനലെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ഒറിജിനലെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മായം ആണ്. മായമെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ തേൻ മിക്സിങ് ആവാം. പക്ഷേ ഒറിജിനൽ സാധനത്തിന് അതിൻ്റേതായ രീതിയുണ്ട്, സത്യസന്ധതയാണ്. എനിക്ക് ഏറ്റവും വേണ്ടത് സത്യസന്ധത. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് അതിൻ്റേതായ 2200 രൂപയ്ക്കാണ് ഞാനിപ്പോൾ 1 കിലോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പുറത്ത് വിലയുണ്ട്. പക്ഷേ ചില ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്ന പൈസ അവർക്ക് പ്രശ്നമല്ല. ഒറിജിനൽ സാധനം 2500 അല്ല 3000 എന്ന് പറഞ്ഞാലും ഒറിജിനൽ സാധനം വേണമെന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ ചെറുതേനീച്ചയുടെ കോളനി വിൽക്കുന്നുണ്ട്. ചെറുതേനീച്ച കോളനി അല്ലേ? അത് ഈ തേനീച്ച വളർത്തിയിട്ട് വിൽക്കുന്നതാണ്. വിൽക്കുന്നത് വളർത്തി ഇതിൽ നിന്നും ഉപയോഗിച്ച് അടുത്ത വർഷത്തേക്ക് വിൽക്കുന്നതാണ്. ഒരു പ്രാവശ്യമേ ചെറുതേൻ എടുക്കത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരിക്കൽ എടുക്കത്തുള്ളൂ. ഈ കൂട് നിർമ്മിക്കുമ്പോൾ ഈ നമുക്കതിനകത്ത് തേനീച്ചയെ വളർത്തിയാണല്ലോ കൊടുക്കുന്നത്. അപ്പം അത് റാണി ഉണ്ടോ? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിൽ റാണി ഉണ്ടോ ഇല്ലേ നമ്മൾ ഗ്യാരണ്ടി ആയിട്ടാണ് കൂട് കൊടുക്കുന്നത്, പറഞ്ഞു പറ്റിക്കലല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മോശമോ എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുക. അല്ലെങ്കിൽ ചെന്നിട്ട് പിറ്റേ പ്രാവശ്യം ചെന്ന് എല്ലാവർക്കും ആദ്യത്തെ എടുത്ത് കൊടുക്കാറുണ്ട്. എല്ലാം എനിക്ക് സംശയമായിട്ടുള്ള രീതിയിൽ കൂട് സെറ്റ് ചെയ്യാനും ചേട്ടൻ പോയി സെറ്റ് ചെയ്താണ് കൂടാണ് ഗ്യാരണ്ടി ആയിട്ടുള്ള കൂടാണ് കൊടുക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് മാർച്ച് ഏപ്രിലാണ് തേൻ എടുക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ആകുമ്പോഴാണ് ഇത് എടുക്കുന്നത്. ഒരു വർഷം വേണം ഇത്. ഒരു വർഷമായാലേ എടുക്കുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ എടുക്കത്തുള്ളൂ. ഈ ചെറുതേനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കുമല്ലോ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. വളരെ കുറവാണ്. അപ്പോൾ ഒരു 200 ഗ്രാം തൊട്ട് കിട്ടുന്ന കൂടുണ്ട്. ഈ ഒരു കൊല്ലമായാലും അത്രേ കിട്ടത്തുള്ളൂ. എന്നാലും 1 കിലോ കിട്ടിയ കൂടും ഉണ്ട്. അത് ശരാശരി കൂട്ടാൻ പറ്റത്തില്ല. 1 കിലോ കിട്ടിയ കൂടും ഉണ്ട്. 400, 500, 700 വരെ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും 1/2 കിലോ 500 ഒക്കെ ശരാശരി എനിക്ക് ചില കൂടുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ 250 കിട്ടുന്ന കൂടുമുണ്ട്. ഇത് സാധാരണക്കാർക്ക് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്, തേനീച്ച കർഷകരുണ്ട്. നമുക്കറിയാം കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ തേനീച്ച കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊരു പ്രചോദനം എന്നുള്ള നിലയ്ക്ക് ചേട്ടൻ ഇപ്പോൾ തന്നെ പറഞ്ഞു ഈ വീടിനോട് ചേർന്ന് ഒരുപാട് തേനീച്ച കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പോരാതെ വേറെയും സ്ഥലങ്ങൾ ചേട്ടൻ എടുത്തിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അല്ല, എടുത്ത് കൃഷിയല്ല, എല്ലാവരും നമ്മുടെ അവിടെ കൊണ്ട് വച്ചോളി എന്ന് പറഞ്ഞു. പരാഗണം ഉള്ളത് കൊണ്ട് അവർക്ക് ചെറിയ പയറ്, വെണ്ട,
വേണ്ട ചെറു ധാന്യങ്ങളെല്ലാം നല്ലവണ്ണം കായ്ഫലം ഉണ്ടാകുന്നുണ്ട്. ഓ അത് ശരി. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന ഈ റംബുട്ടാൻ ഉള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് സമീപിക്കുകയാണ്, എൻ്റെ തോട്ടത്തിൽ കൊണ്ട് വെച്ചോളൂ. കാരണം അവർക്ക് കായ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓ ശരി. പരാഗണം കൂടുതൽ നടക്കും. അപ്പോഴത്തേക്ക് അടുത്ത് തേനീച്ച ഇരിക്കുമ്പോഴത്തേക്ക് പരാഗണം കംപ്ലീറ്റ് നടക്കുകയും വിളവ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സമീപിച്ച് കൊണ്ടുപോയിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രതിഫലം കൊടുത്താൽ തന്നെ വേണ്ട, നിങ്ങൾ കഷ്ടപ്പെടുകയല്ലേ, കൊണ്ടുപോയിക്കൂടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടല്ലോ ഈ ഒരു കോളനി സ്ഥാപിക്കുന്നതിലൂടെ കൃഷി സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലാണല്ലോ വന്നു എന്ന് പറഞ്ഞത്. അച്ഛൻ അന്ന് അങ്ങനെ ഇതുപോലെ വിപുലമായ രീതിയിൽ അങ്ങനെ ചെയ്തിരുന്നു? ഇല്ല, നമ്മുടെ ഒരു ബന്ധുവിന് ഇത് തേനീച്ച വെള്ളത്തിലുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ നമ്മുടെ വീട്ടിൽ കൂട് കൊണ്ട് വയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു 2 കൂട് നമുക്ക് കൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടത്തിന് വെച്ചു. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മളും അതിനൊരു താല്പര്യം തോന്നി. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അച്ഛൻ്റെ കൂടെ നിന്ന് അതെല്ലാം കണ്ടുപഠിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു 18 വർഷം ഗൾഫിലായിരുന്നു. ഇല്ല, ചിന്തിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനോട് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഒരു 10 വർഷമായി. പിന്നെ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ട്, അച്ഛൻ നോക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പം മരിച്ചിട്ട് 6-7 മാസമായി. അച്ഛനോട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അല്ലേ? അച്ഛൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഈ വയസ്സ് 90 വയസ്സാകുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ 88 വയസ്സ് വരെയും കൂടെ നിന്ന് സഹായിക്കുകയും എല്ലാ കാര്യവും ചെയ്യുകയും ചെയ്യും. നമുക്ക് ഈ തേനീച്ച കൂടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. എങ്ങനെയാണ് തേനീച്ച കൂടൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയെടുക്കുന്നത്? അത് ഞാൻ മേശരിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതിന് അളവുണ്ട്, 15 4 ഇഞ്ച് 15 നീളം. അപ്പോൾ ഒരേ ബോക്സ് ആയിരിക്കണം. ഒരേ ബോക്സ് ആണെങ്കിലേ നമ്മൾ ഒരു കൂട്ടിൽ നിന്നും അടുത്തൊരു കൂട്ടിലേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു തേനീച്ച ഒരു സ്റ്റാൻഡിൽ 2 കൂട് വേണമെങ്കിലും വയ്ക്കാം. കാരണം ഒരേ വാതിലിൽ ഒന്നിൻ്റെ വാതിൽ അങ്ങോട്ടും ഒന്നിൻ്റെ വാതിൽ ഇങ്ങോട്ടും. അപ്പോൾ കിഴക്കോട്ടാണ് ഒരെണ്ണത്തിൻ്റെ വെക്കുന്നെങ്കിൽ ഒന്ന് പടിഞ്ഞാറോട്ട്. അപ്പോഴത്തേക്ക് അവരവരുടെ കൂട്ടിൽ മാത്രമേ കയറത്തുള്ളൂ. അവർ എത്ര ദൂരെ പോയിട്ട് വന്നിട്ട് അവരിങ്ങനെ ഒന്ന് ഒരു പക്ഷേ വാതിൽ മാറി ചെന്ന് ഒന്ന് മുട്ടുമ്പോഴത്തേക്കും അവരെ സ്മെല്ലുണ്ടാവും. അതിലേക്ക് അവർ കയറില്ല. റിട്ടേൺ ഇപ്പുറത്തിൽ അവരെ കൂട്ടിൽ കയറത്തുള്ളൂ. എല്ലാ കൂട്ടിലും ഈ റാണി വേണം നിർബന്ധമാണ്. അതിൽ വളരത്തില്ല റാണി. ഇവരെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും നമ്മുടെ ഒരു അമ്മയെന്ന് പറയുന്ന അവരുടെ അത് കണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് പോലും. ഒരു തലപ്പത്തൊരാളുണ്ട് നിയന്ത്രിക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ വലിയ തേനീച്ചയ്ക്ക് റാണി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിൻ്റെ പുറത്ത് ചെല്ലുമ്പോഴേ അറിയാം, നിയന്ത്രണം കാണത്തില്ല. അവർ പുറത്ത് വന്നിരിക്കുന്നു, തമ്മിൽ കടി കൂടുന്നു, റാണി പിന്നെ ജോലിയൊന്നും ചെയ്യുന്നില്ല. കൂട്ടിൻ്റെ പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കത് അറിയാൻ കഴിയും, ഈ കൂട്ടി റാണിയില്ല. അഴിക്കുമ്പോഴത്തേക്ക് പല ആൾക്കാരുടെയും കൂട് ഞാൻ നോക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ കൂട്ടിൽ റാണിയില്ല. അതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞറിയാം. അഴിച്ച് തുറന്നു നോക്കുമ്പോഴത്തേക്ക് അകത്ത് റാണി ഉണ്ടാകും. അപ്പോൾ അവരുടെ ഒരു ഇതാണ്, ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള ഒരു പോക്കാണ്. ആരും പറയാൻ അനുസരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു കൂടിന് ഒരു റാണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ റാണി എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് അത്? ഇതിൽ ഒരു റാണി ഉണ്ടാവത്തുള്ളൂ. ഒന്നിലധികം റാണിയാകുമ്പോൾ അവർ അടുത്ത സെറ്റ് അടിച്ച് പോവുകയാണ്. പിന്നെ റാണി ഒന്നിലധികം റാണി, അവർക്ക് ഒരു റാണിയേ ഉള്ളൂ. അതിനുള്ള ഇതിന് ഈച്ച കൂടുതൽ അംഗസംഖ്യ വരികയാണെങ്കിൽ അവർ ആ റാണി കൊന്നുകളയും. കൂടെ ഒരു റാണി അവർ ആവശ്യത്തിനായി കഴിഞ്ഞു അടുത്ത റാണി ഇറങ്ങി വരുന്നതിന് മുമ്പ് അവർ എന്നെ കൊന്നുകളയും. ഒരു റാണിയേ ഉണ്ടാവുള്ളൂ. അഥവാ ഈച്ച അധികം ഉണ്ടെങ്കിൽ ഒരു സെറ്റ് അടിച്ചു പോകും, വെച്ചായിട്ട് പോകും. വർഷാവർഷവും സെറ്റ് പോവാറുണ്ട്. ഈ തേനീച്ച ആകർഷിക്കാനായിട്ട് ഈ കൂടുകളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇല്ല, ഒന്നും വേണ്ട. ഇല്ല, അങ്ങനെ വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഇഷ്ടപ്പെട്ട കുറച്ച് തടികളുണ്ട്. പുന്ന, തേക്ക്, ഇങ്ങനെയുള്ള തടികളിൽ അവർ കൂടുതൽ വയ്ക്കുന്നുണ്ട്. ഈ സാധാരണ ഇഷ്ടം പോലെ ഈ മീറ്റർ ബോർഡിൽ വയ്ക്കുന്നുണ്ട്. മീറ്റർ ബോർഡ്, ഈ മീറ്റർ ബോർഡ് ഞാൻ പോയി ആൾക്കാർക്ക് ഇപ്പോൾ അവർക്ക് തന്നെ അതൊരു പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്തു മാറ്റി തന്നാൽ എനിക്കൊരു പ്രയോജനമാണ്, അവർക്കൊരു ഗുണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എനിക്ക് അങ്ങനെ കളക്ട് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ മീറ്റർ ബോർഡിൽ ചെന്നിട്ട് എടുത്തു മാറ്റുമ്പോൾ അവരല്ലെങ്കിൽ ഒരാളിനെ കൊണ്ടുവന്ന് എടുക്കുമ്പോഴത്തേക്ക് അവർ പറയും, ഇലക്ട്രീഷ്യൻ തന്നെ പറയുന്നത് എന്താണ്, നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ക്ലീൻ ചെയ്യേ, എന്നിട്ട് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഈ വരുന്ന യുവതലമുറയ്ക്കൊക്കെ തന്നെ ഈ ഒരു തേനീച്ച കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു പ്രചോദനം, അവർക്ക് യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ ഒരു കൂടോ 2 കൂടോ ഒരു കൂടെങ്കിലും ഒരാൾ വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം അവരെ ഇഷ്ടത്തിന് എങ്ങും മായമില്ലാത്ത ഒരു തേന് അവർക്കത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. അപ്പോഴത്തേക്ക് അവർ ഒരു കൂടെങ്കിലും ഒരാൾ വയ്ക്കുന്നത്, അതിൽ എങ്ങോടെ വേണം വയ്ക്കാം. നമ്മുടെ സിറ്റ് ഔട്ടിൽ പോകണമെങ്കിലും ചെറുതേനീച്ച വയ്ക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. 1-2 കൂട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും അർജൻറ്റായിട്ട് ഒരു ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന്
ഒറിജിനൽ സാധനം എടുക്കാൻ വഴി. ഒരു വീട്ടിൽ ഒരു തേനീച്ചക്കൂടെങ്കിലും വയ്ക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എങ്ങനെയാ വിളവെടുക്കുന്നത് എങ്ങനെയാണ്? വിളവെടുക്കുന്നത് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് വിളവെടുക്കുന്നത്. ഇപ്പോഴും വിളവെടുക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ കൂടുകളൊക്കെ ഒന്ന് കാണാം. കിഴക്കോട്ടാണ് വെച്ചിരിക്കുന്നത്. കിഴക്കാണ്, ഈ കിഴക്ക് ഭാഗമാണ്. അപ്പോൾ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെ തിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വർഷമായ കൂടെ ഒരു വർഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. വിളവെടുക്കുകയാണ്. കഴിഞ്ഞ വിളവെടുത്താണ്. പിന്നെ ശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതുവരെ ഇത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം. അപ്പോഴത്തേക്ക് ഈ ഈച്ചയെ നമ്മുടെ ഇതിലോട്ട് നമ്മളിപ്പം ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇപ്പുറമായിട്ട് നമ്മൾ ഈ ഈച്ചയെ ഈ കൂട്ടിലോട്ട് മാറ്റണം. ഒരു ഹോളിട്ട ഒരു കുപ്പിയാണ്, വാട്ടർ. ഇതിങ്ങനെ കയറ്റെന്ന് പറയുമ്പോൾ നമ്മുടെ ഈച്ച നഷ്ടമാകത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തലയിലും പുറത്തും വന്നിട്ട് ഈ പുറത്ത് വരുന്ന ഈച്ച കംപ്ലീറ്റ് നശിച്ചു പോകും. കടിച്ചു പിടിക്കുമ്പോഴത്തേക്ക് കടിച്ചു പിടിച്ചിട്ട് അത് അവിടെ നിന്ന് ചത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഈച്ച നഷ്ടം വരാതിരിക്കാനാണ് നമ്മൾ ഇതേ കണക്ക് ചെയ്യുന്നത്. ഇത് ചെറുതേനീച്ചയാണ്. ഇപ്പൊ ഏകദേശം 10-11 മാസമായിട്ടുണ്ടാവും അല്ലേ? 10-11 മാസം ആവത്തുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ലേറ്റായാണ് തേനെടുത്തത്. ഇതിലിപ്പോ എത്ര ഗ്രാം തേനുണ്ട്? 400 ഗ്രാം. നമുക്ക് 400 ഗ്രാമെങ്കിലും പ്രതീക്ഷിക്കാം. അത് നമുക്ക് തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുപോലെ ഒരു വർഷമായി ഒരുപാട് കൂടുകളുണ്ടോ? ഉണ്ട്. ഒരു വർഷം ഈ ഏകദേശമുള്ള ഞാൻ പറഞ്ഞ കൂടുകളിൽ ഏകദേശമൊക്കെ അളവ് കുറയുമെങ്കിലും എല്ലാ കൂട്ടിനും തേനെടുക്കും. ഈ മഴ സമയത്തൊക്കെ മഴ നനയാതെ മൂടി സംരക്ഷണം എല്ലാത്തിലും ഞാൻ മഴ സമയമാകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് കവറുണ്ട്, എടുത്ത് കയറ്റി വയ്ക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഫംഗസ് വരത്തില്ല. മഴ വെള്ളം വീണ് ഫംഗസ് വരത്തില്ല കൂട്ടിലോട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും ഇതുപോലെ തെർമോകൂള് മറ്റേ ഇത് വയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കൂളിങ് അതിഭയങ്കരമായ ചൂടായതുകൊണ്ട് എല്ലാത്തിലും ഷീറ്റ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഷീറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ചൂട് താങ്ങാതിരി. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇതാണ്, ഇത് റാണി ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഈ ചോക്ലേറ്റ് മാതിരിയുള്ള മുട്ടയാണ് റാണി ഉണ്ട്, യഥാർത്ഥ റാണി ഉണ്ടെന്നുള്ളതിന് തെളിവ്. ഈ ചോക്ലേറ്റ് മാതിരിയാവും. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഇതേ കണക്കായിട്ട് വൈറ്റ് ആവും. ഈ വൈറ്റും ഇതായി ഇതെല്ലാം മുട്ടകളാണ്. ഇത് പുതിയതായിട്ട് ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന മുട്ടയാണ് ഈ ചോക്ലേറ്റ് മാതിരി. ഈ ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിൻ്റെ ഘട്ടമാണ് ഈ വൈറ്റ് ആയി ഇതേ കണക്കാവുന്നത്. പിന്നീടാണ് അതിൽ നിന്നും കുറേശ്ശെ വിരിഞ്ഞ് ഇതിലേക്ക് ഇത് അവരൊക്കെയുള്ള ആഹാരമാണ് യഥാർത്ഥ ഈ പൂമ്പൊടിയും തേനും എല്ലാം. ഈ നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ഒരു ഭക്ഷണം. ഇതെല്ലാം തേനും, ഇത് പൂമ്പൊടിയുമാണ്. ഇത് പൂമ്പൊടിയും ഇതിൻ്റെ ഈ ഭാഗത്തിരിക്കുന്നതൊക്കെ തേനുണ്ട്. ഇതെല്ലാം പൂമ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ മാസം മാർച്ച് ലാസ്റ്റ് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇപ്പോൾ ഇതൊരു 200 ഗ്രാം തേനിനകത്ത് വരുള്ളൂ. കാരണം ഇത് ഈ അടുത്ത മാസം കൂടെ ഇപ്പോഴത്തെ സീസൺ ആയി തുടങ്ങിയുള്ളൂ. ഈ മാസം ലാസ്റ്റ് മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 400 ഗ്രാം തേനുണ്ടാവും. 350-400 ഗ്രാം തേൻ. ഇങ്ങനത്തെ റാണി നമുക്കിപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കത് എവിടെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നോക്കട്ടെ. റാണിക്ക് പ്രത്യേകം അല്പം വലിപ്പം കൂടുതലുണ്ട്. ഈ ചെറുതേനീച്ചയുടെ റാണി പറക്കത്തില്ല. ചെറുതേനീച്ചയുടെ റാണി പറക്കും, കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാത്രമേ പറക്കത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഉടല് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയോ ഇരിപ്പുണ്ട്, അതെവിടെയോ ആണ്. തേന് ഇതിൽ നിന്ന് സ്പൂണിലേക്ക് കോരി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റും ഇതിൽ നിന്ന് പൊട്ടിയതാ ഇതേ കണക്ക് അതിലേക്ക് അങ്ങ് പോയിക്കോളും. എന്നിട്ട് ഇതിനെ റിട്ടേൺ നമ്മൾ വീണ്ടും ഇതിന് വച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ മെഴുക് തന്നെ അവരൊക്കെ എടുത്ത് വീണ്ടും റീയൂസ് ചെയ്യും. നശിപ്പിക്കുന്നില്ല. നമ്മളിതിന് സ്പൂണിലേക്ക് എടുത്ത് നമ്മൾ അടുത്ത തേന് ഇതിൽ നിന്ന്
ഇത് പൂമ്പൊടി നമ്മൾ എടുക്കും അല്ലേ? ആ പൂമ്പൊടി എടുക്കത്തില്ല, പൂമ്പൊടി എടുക്കത്തില്ല. പൂമ്പൊടി റിട്ടേൺ അവരൊക്കെ തന്നെ വച്ച് കൊടുക്കും. അപ്പം ഇതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഇത് എടുക്കുന്നത്. കൈ കൊണ്ട് സ്പർശിക്കുമേ ഇല്ല, സ്പർശിക്കുന്നില്ല. പിന്നെ തേൻ എടുക്കുന്ന സമയത്ത് നമുക്ക് തേനിൻ്റെ അകത്തും റാണി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം മാത്രം എടുക്കാനായിട്ട്. കുറച്ച് ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും ഇതിന് കുറേ കൂടെ കളർ മാറും. ഇപ്പം ഇത് കുറച്ച് ഒരു മാസം കൂടെ ഒക്കെ ഡാർക്കാവും, കുറച്ചുകൂടി റെഡ് ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല, റെഡ് ലൈറ്റ് ബ്രൗൺ കളർ വരും. തേന് മൊത്തം ആ അരിപ്പിലൂടെ അങ്ങ് അരിപ്പിൽ പൊക്കോളും. ഇത് കണക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം മൊത്തം അങ്ങ് പോയി. എന്നിട്ട് റിട്ടേൺ ഇതിലെടുത്ത് അങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് ഈ ദിവസങ്ങളിൽ ഉറുമ്പ് കയറാൻ ചാൻസ് കൂടുതലാണ് തേൻ എടുക്കുന്ന കൂട്ടിൽ. അത് ഒരു ദിവസത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഔട്ടിലൊക്കെ തേനുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പ് അതൊരു സാധാരണ ഒരു ദിവസമൊക്കെ അല്പം ഉറുമ്പ് പൊടി അല്പം ഇടാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത്രയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല കുറച്ചുകൂടെ ഒക്കെ ഉള്ളെങ്കിൽ സ്റ്റാൻഡിൽ ഇത് വെള്ളം നിറച്ച് അതേ രീതിയിലുള്ളത് ചെയ്യാറുണ്ട്. ഇത് വലുതായിട്ടൊന്നുമില്ല. നമുക്ക് കൂട്ടിൻ്റെ പുറത്ത് തേൻ ഇല്ലാതിരുന്ന് നോക്കിയാൽ മതി. സ്ഥിരമായിട്ട് അതിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവർ എല്ലാം കവർ ചെയ്യും വീണ്ടും. ഇത് തീർത്തെടുക്കില്ല. ഇത് വച്ചേക്കാണ് പൂമ്പൊടിയും കൂടെ ഉള്ള തേന് നമ്മൾ എടുക്കില്ല, തീർത്തെടുക്കില്ല. അവർക്ക് വളർന്ന ഈ വിഴിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ അല്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ മുട്ട ഒന്നും മിക്സ് ആവില്ല. അപ്പോൾ കൈ കൊണ്ടൊക്കെ പിഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടയും എല്ലാം കൂടെ വെച്ച് പിഴിഞ്ഞെടുത്താണ് അവർ ഇതാക്കുന്നത്. ഇതിപ്പോൾ ഒരു മുട്ട അതിൽ വീണാലും അതിൽ പൊട്ടത്തില്ല. ആ മുട്ടയെ നമ്മൾ ഇനി തിരിച്ച് പറക്കിയിട്ട് കൊടുക്കും. അപ്പം മുട്ടയുടെ ഇതോ ഒന്നും അതിൽ മിക്സ് ആവില്ല. ശുദ്ധമായിട്ട് ഈ മുട്ടകളൊക്കെ വിരിയാൻ എത്ര നാളെടുക്കുമായിരിക്കും? മുട്ടകൾ വിരിയാൻ 2 മാസം വേണം. 2 മാസം വേണം അല്ലേ? ഇതാണ്ടോ ഇത് ചെയ്തേക്കുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് ഒരു ആദ്യം അവർ ഇതാ തൂണ പണിയുന്നത്. പണിതിട്ട് മേലാണ് ഇത് നിർത്തുന്നത്. ഇതാണ്ടോ ഈ ഭാഗം കണ്ടോ? അവിടെയുണ്ട്, ഈ ഭാഗമുണ്ട്. ഇതെങ്ങും താഴെ ടച്ച് ആവാനാണ് ചെയ്തേക്കുന്നത്. ഒരെണ്ണത്തിന്റെ വിളവെടുത്തു അല്ലേ? ഇനി നമ്മൾ എടുത്തിട്ട് ഇത് ഇപ്പം കണ്ടോ, ഇത് അതാണ് നമ്മൾ കുപ്പിയിൽ പിടിക്കുന്നതിന് ഉപയോഗം നമ്മുടെ ശരീരത്തിലൊന്നും വരത്തില്ല. ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ നമ്മളെ അവർ ഏൽപ്പിച്ചേക്കാണ്, യുദ്ധം മാതിരി അവർ ഏൽപ്പിച്ചേക്കാണ്. കാരണം അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ആൾക്കാർ ആക്രമിക്കാൻ വരുന്നവർ ആദ്യം പടയാളിയിട്ട് അവരെയാണ് നമ്മൾ കുപ്പിയിൽ പാക്ക് ചെയ്തേക്കുന്നത്. അത് കുത്താനാണ്. അപ്പോൾ അവർ ഇത് ആദ്യം അവർ കുറച്ചിട്ട് പിന്നെ പണിക്കാരാണ് കൂടെ നിൽക്കുന്നത്. ഇവർ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കണം, ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ ആക്രമിക്കാനായിട്ട് അവരെയാണ് നമ്മൾ കുപ്പിയിലാക്കിയിരിക്കുന്നത്. അകത്താക്കി തിരിച്ച് തുറന്നു വിടുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇനി തുറന്നു വിടുമ്പോഴത്തേക്ക് നമ്മുടെ പുറത്ത് അപ്പം ഇതേ നമ്മളെല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് പോകാൻ സമയത്താണ് ഇവരെ തുറന്നു വിട്ട് നമ്മൾ പോകുന്നത്. അപ്പം തന്നെ കയറിക്കോളൂ. അപ്പോൾ ഇവർ കൂടെ തുറന്ന് വിടും. നമ്മൾ അപ്പോഴേ അപ്രതീക്ഷയാവുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തുറന്നു വിടുകയാണ്. തുറന്നു വിട്ട് നമ്മുടെ സാധനം എടുത്ത് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ വൻ തേനാണ് എടുക്കുക. നമ്മളിപ്പോൾ കണ്ടത് ചെറുതേനാണ്. ഇനി നമ്മൾ വൻ തേനാണ് എടുക്കാൻ പോകുന്നത്. വാവ്, വലിയ വലിപ്പമുള്ള അല്ലേ? ഇത് കുത്തുന്നതാണ്. കുത്തും അല്ലേ? ഇല്ല കുഴപ്പമില്ല. കുത്തു കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. നല്ല വേദന.
ഇതിനും വൻ തേനീച്ചകളിലും റാണി ഉണ്ട് അല്ലേ? ഉണ്ട്. എല്ലാത്തിലും റാണി അവരുടെക്കാളും സ്ട്രിക്റ്റാണ് വലിയ തേനീച്ച. ചെറു തേനീച്ചക്കാളും സ്ട്രിക്റ്റാണ്. ഈ ഇവരും ചെറുതേനീച്ചകളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യത്യാസങ്ങളുണ്ട്. ഈ ചെറുതേനീച്ച രാത്രി ലൈറ്റിൻ്റെ വെട്ടത്തിലൊന്നും പോകത്തില്ല. ഇത് വെട്ടം രാത്രി വൈകിട്ടൊക്കെ വീട്ടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ലൈറ്റിൽ വരും വലിയ തേനീച്ച. ഇവരുടെ തേനിന് അത്ര ചെറുതേനീച്ചയുടെ അത്രയും മഹത്വം ഇല്ലല്ലോ. മഹത്വമില്ലാതെ കൂടുതൽ അളവിൽ കൂടുതൽ വരുന്നു. ഇത് നമ്മളിതിന് ഈ പുക കൊടുക്കുന്നത് ഈ പുക കൊടുക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് മാറാനും നമുക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പറന്ന് വരുമോ ചേട്ടാ? ഇല്ല വരുന്നെങ്കിൽ ഇവിടെ കൊത്തത്തുള്ളൂ. ഇതേ കണക്ക് എടുത്തിട്ട് ഇതിൽ നിന്ന് ഈച്ച കംപ്ലീറ്റ് കുടഞ്ഞ് താഴത്തേക്ക് മാറ്റും. അത് ഇല്ല എങ്കിൽ ഇത് 2 തട്ട് തട്ടുമ്പോഴത്തേക്ക് ഇതെല്ലാം. എവരുടെ റാണി വില്ലത്തിയാണോ? ഇത് 2 തട്ട് കെട്ടുമ്പോഴത്തേക്ക് ക്ലീനായി. അതാണോ തേന്? അതിലാണ് തേൻ ശേഖരിച്ചു വെച്ചേക്കുന്നത് ആറുകളിൽ. ഇത് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുണ്ടാക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത് മെഷീനിൽ ഇത് കറക്കിയിട്ട് റിട്ടേൺ ഇട്ട് കൊടുക്കും. ഈ അറ തിരികെ ഇട്ട് കൊടുക്കും. ശരി. ഒരു നിറയെ തേൻ നിറഞ്ഞു നിൽക്കുക. ഇത് ഒരു വർഷം ആയതാണോ? ഇല്ല, ഇതൊരു 1 വർഷം ആവണ്ട. ഇത് ഒരു 5 പ്രാവശ്യം ഒരു വർഷത്തിൽ എടുക്കാം. 5 പ്രാവശ്യം എടുക്കാം. ചെറുതേനാണ് നമുക്ക് 1 വർഷം എടുക്കുന്നെങ്കിൽ ഇത് നമുക്ക് പല തവണകളിലായിട്ട് എടുക്കാൻ പറ്റും അല്ലേ? ഒരു തവണ എടുത്താൽ എത്രയാണ് ഗ്യാപ്പ് കൊടുക്കുന്നത്? ഒരു 15 ദിവസം ഗ്യാപ്പ് കൊടുക്കും. അതിനുള്ളിൽ നമുക്ക് 15 ദിവസം 16 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് ആക്കും. ഇതിപ്പോ എത്ര അറകളിലാണ് ചേട്ടൻ ചെയ്തേക്കുന്നത്? ഇത് 3 അറകളിലോ? 3. 2 ചേമ്പർ, തേൻ ചേമ്പർ 2 ഉണ്ട്, ഹണി ചേമ്പർ 2 ആണ്. ചെറുതേനീച്ചയുടെ മുട്ട പോലെ ഇവരും മുട്ട ഇടുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? കാണാൻ പറ്റും. അത് അറകളിലാണ് വെക്കുന്നത്. ഇത് മെഴുക് വെച്ച് അവർ ഇതാക്കും. അടിച്ചോ നല്ലോണം അടിച്ചോ. ഏകദേശം എത്ര തേനീച്ചകൾ? ഒരുപാടെണ്ണം ആയിരക്കണക്കിനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിനെല്ലാം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ പരിസരവാസികൾക്ക് പ്രശ്നമാവും അല്ലേ? പോകത്തില്ല അങ്ങനെ. അത് എന്തെങ്കിലും അവർ റാണിയായിട്ട് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അല്ലാതെ ഒത്തു പോകത്തില്ല. പോയി വന്ന് ഇങ്ങനെ അത്രേ ഉള്ളൂ. കറക്റ്റാണ്. ഇത് നമ്മുടെ 15 ദിവസമായ തേനാണ്. ഇതാണ് സീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സീൽ നമ്മൾ ഓപ്പൺ ആക്കിയാണ് നമ്മൾ തേൻ എടുക്കുന്നത്. അത് മെഷീനിലാണ് ചേട്ടൻ ചെയ്യുന്നത് അല്ലേ? മക്കളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഹെൽപ്പിംഗ് ആണോ? മക്കൾ കൂടെ വരും. പഠിച്ചു കൊടുത്തിട്ടുണ്ടോ? പഠിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് കടി കിട്ടുന്നതിനൊരു പേടിയില്ല. അവർക്കൊരു വിഷമം. വേറൊന്നുമല്ല, സ്കൂളിലൊക്കെ പോകുന്ന സമയത്തിന് ഈ നീര് കടിച്ചു കഴിഞ്ഞാലേ മുഖത്തൊക്കെ വരുന്നുള്ള അതൊരു വിഷമം കൊണ്ടാണ് അവർ. ഇത് നമുക്ക് ഒരു പ്രാവശ്യം 2-2.5 കിലോ തേൻ 2.5 കിലോ കിട്ടും. അത് 15 ദിവസത്തെ ഇടവേളകളിലാണെങ്കിൽ 15 നമ്മുടെ സീസണാണ് അനുസരിച്ചാണ്. അതുപോലെ നമ്മൾ തേൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലുതായിട്ട് കുത്തത്തില്ല. അതുമാതിരി നമ്മൾ തേൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് ആണീച്ചയുടെ മുട്ടയാണ്. ആണീച്ചയുടെ. അപ്പോൾ ഈ ആണീച്ച എന്ന് പറഞ്ഞാൽ ഒരു വർക്കിന് പോകുന്നവരല്ല, മടിയന്മാരാണ്. അപ്പോൾ എന്തോ ഇത് പറഞ്ഞാൽ നമ്മൾ തേൻ എടുക്കുന്ന സമയത്തിന് ഇതിനെ കത്തി കൊണ്ടങ്ങ് തേൻ എടുത്തതിന് ശേഷം കത്തി കൊണ്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇവിടെ വെള്ളം അടിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ ഈച്ചയെല്ലാം
കടിച്ചെടുത്ത് പുറത്തു കൊണ്ട് കളയും. ഓ ശരി. അപ്പോൾ വീണ്ടും തേൻ നിറയ്ക്കും. ഇനി നമ്മൾ ഈ തേൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് റാണി മുട്ട ഇവർ വേച്ച് പോകാനായിട്ട് വീണ്ടും എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കും. അപ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ഈ റാണിയുടെ മുട്ട അല്ലല്ല റാണിയിലുണ്ടാവും. റാണിയുടെ മുട്ട ഇവർ അടുത്ത ഈ കൂടുതൽ ഈച്ച കൂട്ടിലാകുമ്പോഴത്തേക്ക് ഈ റാണിയുടെ മുട്ട ഇങ്ങനെ ഭാഗത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യും. ഓരോ പ്രാവശ്യവും തേൻ എടുക്കുന്ന സമയത്ത് അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ബാച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് തേൻ അളവ് കുറയും. ഓ ശരി. അപ്പം നമ്മൾ ഇപ്പോഴും നമുക്ക് ആവശ്യം എന്താണ്, ഈ സീസണിൽ തേനാണ് ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യും, ഈ റാണിയുടെ മുട്ട ഇങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്താണ് റാണിയുടെ മുട്ട ഇങ്ങനെ തുടങ്ങി വയ്ക്കും. അപ്പോൾ അതിനെ നമ്മൾ നശിപ്പിച്ച് കളയും. ഇതൊന്ന് പിടിച്ചു. കാരണം കൈകാര്യം ചെയ്യുന്നതിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടുമ്പോഴും എടുക്കുമ്പോഴും അതിന് നോവുകയാണെങ്കിലാണ് അവർ കൂടുതലും നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൽ അത്രയും ഇതായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ കുത്തത്തില്ല വലുതായിട്ട്. അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് നമ്മളെ അശ്രദ്ധ കൊണ്ടാണ് അവർ നമ്മളെ ആക്രമിക്കുന്നത്. ഇല്ല, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലല്ല, അത് തേനല്ല. അത് അടിയിലും തേൻ എടുക്കില്ല. അടിയിൽ തേനും മുട്ടയുമാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുകയോ മെഷീനിൽ കറക്കുകയോ ചെയ്താൽ മുട്ടയ്ക്ക് കേട് പറ്റും. അപ്പോൾ ആ കേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം അടിയിലും തേൻ എടുക്കില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് തേനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഈ അടയെല്ലാം മാറ്റിയിടും. മാറ്റിയിട്ട് പിന്നീട് ഈ അടിയിൽ മാത്രമേ ഈച്ച ഉണ്ടാവുള്ളൂ. ആ സമയത്തിന് തീറ്റ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം. വീണ്ടും ഈച്ച വളർന്ന് വരുമ്പോഴത്തേക്ക് മുകളിൽ വെച്ച് കൊടുക്കും. മുകളിൽ നിന്നുള്ള തേൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്ക് പറയും പഞ്ചസാര കലക്കി കൊടുത്തൊക്കെ തേനെടുക്കും. അതൊന്നും ചെയ്യില്ല. യഥാർത്ഥ ഒരു കർഷകൻ അത് ചെയ്യത്തുമില്ല, ചെയ്യാൻ പാടില്ല. പിന്നെ ഈ നാടോടിയായിട്ട് നടക്കുന്നവരൊക്കെ അവർ പലതും കാണിക്കുകയും പൈസ ഉണ്ടാക്കുകയും ചെയ്യും. അവർ പിന്നെ അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് പോകും, കളിപ്പീരാവുന്നുണ്ട്, ആളുകൾ വഞ്ചിതരാവുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാർ ഇന്ന് വരെയും വന്നിട്ട് ചോദിക്കുന്നത് ഒറിജിനലാണോ, നിങ്ങൾ ചെയ്യുന്നത് ഒറിജിനലാണോ? കാരണം അവരെ ചോദിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന സമയത്ത് ഒന്നിനും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും പൈസയുടെ ബാക്കിലേക്കാണ് പോകുന്നത്. തേന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, ഒരുപാട് കാലം, എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകൂടാ. അല്ലല്ല, സെറ്റായി പോവേണ്ടത് ഒരു ജാമ് പോലെ ആയി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണ്ട. ഒരേ ഒരു സാധനം തേൻ മാത്രമേ ഉള്ളൂ കേടാവാതെ സൂക്ഷിക്കുന്ന സാധനം. വേറെ ഏത് സാധനം ആയിരുന്നാലും കേടാവുന്നുണ്ട്. നമുക്ക് ഈ ഒറിജിനൽ തേനാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ഒറിജിനൽ സാധനമാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒഴിച്ചാൽ മതി. ന്യൂസ് പേപ്പറിൽ ഒഴിക്കുമ്പോഴത്തേക്ക് തേൻ്റെ ഒറിജിനൽ സാധനം തേനാണ്, മായമൊന്നും ചേരാത്തതാണെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ മറുവശം നനയില്ല. ഒറിജിനലാണെങ്കിൽ നനയില്ല. അല്ല, വെള്ളത്തിൻ്റെ ജലാംശം ഉണ്ട് ഇത് ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ മറുഭാഗത്ത് നനയും. പിന്നെ ഒരു ഇതും കൂടെ ഉണ്ട്. നമ്മുടെ ഒറിജിനൽ സാധനം എടുത്ത് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് തേനൊഴിക്കുക. അപ്പോഴത്തേക്ക് പച്ചവെള്ളത്തിൽ. അപ്പോഴത്തേക്ക് ഒറിജിനൽ സാധനമാണെങ്കിൽ ഇതങ്ങ് ഇല്ല, അടിയറ്റത്ത് പോകും. അരിയിൽ ലയിക്കില്ല. അടിയിൽ പോകും, ലയിക്കില്ല. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മാത്രമേ അത് വെള്ളമായിട്ട് ലയിക്കുള്ളൂ. അപ്പം വെള്ളമായിട്ടുള്ള ഒരു സാധനമാണ് ഇതിൽ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തന്നെ വെള്ളത്തുമായിട്ട് ലയിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ അടയും ഉയർത്തി നോക്കി. അപ്പം ഇതിൽ റാണിയുടെ മുട്ട ഇല്ല. റാണിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു പോകാനായിട്ടുള്ള മുട്ട ഇല്ല. റാണി സെല്ല്
കടിക്കത്തില്ല. അത് ഇത് ഇങ്ങനെ ഇരിക്കില്ലേ, പിന്നെ നമ്മൾ കടിക്കത്തില്ല. നമ്മളതാ ഇതേ കണക്കൊരു പീസ് വയ്ക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മൾ വർക്കേഴ്സ് കൂടുതലുള്ള സമയമാണ്. അപ്പോഴത്തേക്ക് ആ ഡോറിൽ കൂടെ മാത്രം പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോഴ് ഒരുപാട്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു പീസ് വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്ക് ഈച്ച ഇങ്ങനെ വയ്ക്കുമ്പോഴും ചാകത്തില്ല. അതപ്പോൾ ഒരു ഇത്ര ഇതായിട്ട് ഒരു ഈച്ച പോലും നമ്മളെ കടിച്ചിട്ട് കൊത്തിയിട്ടില്ല. ഇനി നമ്മൾ തേന് കറക്ക് എടുക്കാൻ പോവുകയാണ്. നമ്മൾ സീല് ആയതാണ്, ഇത് സീലായിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു കത്തി കൊണ്ട് അതിനങ്ങ് ഗ്യാപ്പ് സീലെടുക്കുകയാണ്. എത്ര ഭദ്രമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിനും ഒരു ഇതുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം നമ്മൾ മൊത്തത്തിൽ വെച്ച് പോകാൻ പറ്റില്ല, അതിൻ്റെ ആ സീലിംഗ് ഗ്യാപ്പ് മാത്രമേ പോവാവൂ. ഇതില്ലേ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്. അതും കൂടെ എടുത്ത് പരസ്പർശം ഏൽക്കുന്നില്ല. അതിൽ തേനങ്ങ് ഒഴുകി എത്തുള്ളൂ അല്ലേ? ഇല്ല 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 ഇല്ല, അത് റൗണ്ട് ചെയ്യും. എന്നിട്ട് നമ്മളിതിൽ റോൾ ചെയ്യണം. ഇതാ എന്നിട്ട് തിരിച്ചു വിടുന്നു. ഒരു ഇത് മധ്യത്തൊരു ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിനും മധ്യത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ. അപ്പോൾ രണ്ട് അറകളാണ്. രണ്ട് സൈഡിലാണ് തേൻ. കഴിഞ്ഞു. എളുപ്പത്തിൽ സിമ്പിളായി. ഇതിൻ്റെ വെയിറ്റ് ഇല്ല, സംഭവം ഫുള്ളെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ വീണ്ടും ഇതിലേക്ക് തേൻ നിറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തേന നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സാധനം അവർ ഉണ്ടാക്കി, അവർ തേൻ കുടിച്ചു, തേനിൽ നിന്നും ഊറി വരുന്നൊരു മെഴുകാണ്, അവരെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകാണ്. തേൻ കുടിച്ച് മെഴുക് അത് ഉൽപ്പാദിപ്പിച്ച് ആ ദ്രാവകം ആണ്. ദ്രാവകമായിട്ട് അത് കഴിച്ച് എടുത്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് ഊറി വിടുന്ന ഒരു സാധനം മെഴുകാണത്. അപ്പോൾ നമ്മൾ ഇതിലും ഇതെടുക്കുന്നത്. ഈ ഭാഗം നമ്മൾ ചെത്തൂല, ഇപ്പോഴും ചെത്തില്ല. അത് മുട്ടയാണ്, ആണീച്ചയുടെ മുട്ടയാണ്. ഞാൻ പറഞ്ഞില്ലേ, മടിയൻ്റെ മുട്ടയാണ്. അപ്പോൾ അത് നമ്മൾ തേൻ എടുത്തതിന് ശേഷം മാത്രമേ ലാസ്റ്റിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം ഈ മുട്ട വീഴും. ഇപ്പം അതിൽ കത്തി കൊള്ളാൻ പാടില്ല. വെള്ളം ശകലം തളിച്ചാണ് ഇത് തിരിച്ചിടുന്നത്. മടിയൻ്റെ ഈച്ചയാണിത്. അപ്പോൾ അതിങ്ങനെ എടുത്ത് കണ്ടതോ, ഇതാക്കണ്ടോ, ഇതേ കണക്ക് എല്ലാത്തിൻ്റെ തലഭാഗം അങ്ങ് ചീവി അങ്ങ് എടുക്കും. അല്ലല്ല, ഇതിനെ അപ്പോഴത്തെ നശിപ്പിച്ച് കളയുമ്പോഴത്തേക്ക് അവരെടുത്തുകൊണ്ട് കളഞ്ഞിട്ട് ഈ മടിയൻ ഈച്ചയാണ് വിരിഞ്ഞ് വരുന്നതെങ്കിൽ നമുക്ക് തേൻ ഇത് മൊത്തം പോകത്തില്ല. ഇവർ കൊണ്ടുവരുന്ന തേൻ മൊത്തം ഇവർ കുടിക്കും. അപ്പോൾ അത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ട് അല്പം വെള്ളം അടിക്കുമല്ലോ, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇടയത്തി പുകഞ്ഞെടുത്തോയേ ലേശം അതിലിട്ടോ. ഇതേ കണക്ക് അല്പം വെള്ളം അടിക്കുക. അപ്പോൾ ഇവരൊക്കെ കുടിക്കാനായിട്ടും ഇപ്പം ചൂട് സമയമാണല്ലോ, അപ്പോൾ അവരൊക്കെ പുറത്ത് അതിന് വേണ്ടി ടൈം എടുക്കും, പുറത്ത് പോയി ശേഖരിച്ചുകൊണ്ട് വരാൻ, ആറ്റിലോ എവിടെയെങ്കിലും. അപ്പോൾ ഈ തേന് ഈ വെള്ളം അവർ കുടിച്ച് വറ്റിച്ചിട്ടാണ് ഈ തേൻ നിറയ്ക്കുന്നത്. ഇത് നമ്മൾ വീണ്ടും അതേപോലെ സെറ്റ്. ഇതിൽ ഒരു ഞണുക്കോ പോറലോ ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഇതിൽ 5 ഫ്രെയിം ഇടും, 4 ഫ്രെയിം ഇടും. 5 ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വണ്ണമാകുമ്പോഴത്തേക്ക് തേൻ കൂടുതൽ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 5 എണ്ണം ഇടും. വീതി കുറയ്ക്കും. ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. ചെറിയ ഗ്യാപ്പ്. അവർക്ക് പോയി വർക്ക് ചെയ്യണമല്ലോ. ഈ സാധനം കൊണ്ടുവന്ന് നിറച്ച് ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സഞ്ചരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിലുള്ള തേന് പുള്ളി എടുക്കാത്തതെന്ന് പറഞ്ഞാൽ തേനുണ്ട്, പക്ഷേ സീലായിട്ടില്ല. അപ്പോൾ നമ്മൾ സീലായാലേ പൂർണ്ണമായിട്ട് അതിന് തേൻ ഭാഗമാകുന്നെങ്കിൽ സീലാവണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും സാധനം ഉണ്ട്.
ഇപ്പോഴത്തെ തേനാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ സീലായില്ലെങ്കിൽ എടുക്കില്ല. അപ്പോൾ നമ്മുടെ അത് ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ഇനി അതിൽ ഒരു ഫ്രെയിമും കൂടെ നമുക്ക് ഇടാനുണ്ട്. അപ്പോൾ അതാ ഒരെണ്ണം കടിച്ചു കേട്ടോ നെറ്റിയിലും. അപ്പം ഇതാണ്ട ഇതുപോലെ വീണ്ടും ഒരു കെട്ടും അടപ്പില്ല. നല്ല വേദനയാണ്. ചെറിയ വേദന ഉണ്ടാവും. പക്ഷെ നമുക്കത് അതിൻ്റെ വേദന എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വെയിറ്റേ ഒരു ഈച്ച കടിച്ചാൽ എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് ഇത്രത്തോളം വേദനിക്കുമെന്നുള്ളതേ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് വേദനയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു ഈച്ച കടിച്ചാൽ ഇത്രത്തോളം ഉള്ള വേദനയ്ക്കുണ്ടെന്ന് അപ്പോൾ ഒരു വസ്തുവിൻ്റെ തന്നെ വെയിറ്റേ ഇത്ര ഉണ്ടാവും. നമ്മൾ മുന്നേ അത് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ചേട്ടൻ്റെ തേനീച്ച കോളനി സ്ഥാപിച്ചിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണിത് അല്ലേ? ഈ തണൽ കിട്ടുന്ന സ്ഥലമാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നല്ല തണലിന് കിട്ടണം. തണൽ മാത്രമല്ല നല്ല ചെടികൾ, കുറ്റിച്ചെടികളും തുളസി ചെടികളും പൂക്കളുള്ള സ്ഥലമാണ് അതിന് ഏറ്റവും. അപ്പോൾ ഇതേ കണക്കുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതൽ. ഇതിപ്പോൾ ചെറുതേനീച്ച കൂടാണോ? ചെറുതേനീച്ച കൂട്. ഒരു സ്റ്റാൻഡിൽ 2 കൂട് തോന്നും. ഒരു 2 ഡോർ. അപ്പോൾ അവരവരുടെ കൂട്ടിൽ മാത്രമേ കയറുള്ളൂ. ശരി. അപ്പോൾ ഇതേ കണക്ക് കുറേ സ്ഥാപിച്ചിട്ടുണ്ടല്ലേ? ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ഒരു മതിലിൻ്റെ സൈഡ് വഴി താഴെ വരെ വെച്ചിട്ടുണ്ട്. ശരി. തണലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വയ്ക്കാൻ കാരണം. അപ്പോൾ അവർക്കും മറ്റൊരാളിൻ്റെ ആണ്. അപ്പോൾ അവർക്ക് കൃഷിക്ക് അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ ബോർഡറിൽ വയ്ക്കുമ്പോഴത്തേക്ക് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. സൈഡിലങ്ങ് നിരത്തങ്ങിരുന്നു ഇങ്ങനെ വെച്ച് ബോർഡർ തീർത്ത് ഇങ്ങനെ വെച്ചേക്കും. ഇതെല്ലാം ഈ 2 കൂടുതലാണ് വെച്ചേക്കുന്നത്. ഒന്ന് ഒരു ഡോർ അങ്ങോട്ട്, ഒരു ഡോർ ഇങ്ങോട്ട്, അങ്ങനെ. അപ്പോഴിത് മറ്റൊരു സ്ഥലമാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് വേറെ ഒന്നുമില്ല. അവര് വീട്ടുകാരെ തന്നെ സമ്മതിക്കുന്നു അവരുടെ സ്ഥലം എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. വേറൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ അങ്ങോട്ട് കൊടുത്താൽ തന്നെ അവർ പറയുന്നത് വേണ്ട, നിങ്ങൾ കുറച്ചെങ്കിലും എടുക്കിയെന്ന് പറഞ്ഞപ്പോൾ അവർ വാങ്ങത്തില്ല. അത്ര സഹകരണമാണ്. എല്ലാവരും നല്ല സഹകരണമാണ്. അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ വരും പോലെ തന്നെ ഞാൻ കയറ്റി തുറന്നു ഞാൻ വരികയും കൈകാര്യം ചെയ്യുകയും തിരിച്ചിറങ്ങി പോകുന്നു. രാത്രിയായിരുന്നാൽ പോലും ഒരു പ്രശ്നമില്ല. ആളില്ലാത്ത സമയത്തായിരുന്നാൽ പോലും അത്ര വിശ്വാസം തന്നെ. അപ്പോൾ ഇതൊക്കെ ഈ 2 കൂടുതലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ 2 കൂടുതൽ വെച്ച്. അപ്പോൾ ഇവിടെ ഇത്രയും നല്ല തണലും എല്ലാം ഇതായതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇത്രയും അടുത്തിരിക്കുന്നെങ്കിൽ പിന്നെ അവരവരുടെ കൂട്ടിലേക്ക് കയറും. ഇതാ കണ്ടോ? അപ്പം അവർ വരുന്നു, അവരെ ജോലി കഴിഞ്ഞ് വരുന്നു, ഭക്ഷണം കൊണ്ടുവരുന്നു, അവരെ കൂട്ടി കയറുന്നു. ഇവർ ഭക്ഷണം കൊണ്ടുവരുന്നു, അവരെ കൂട്ടി കയറുന്നു. അപ്പം നല്ല കാലാവസ്ഥ ഇവിടെ നല്ല തണലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലന്തി വല കെട്ടും. ചിലന്തി വല കെട്ടുമ്പോഴത്തേക്ക് ഇവർ അല്ലല്ല ചിലന്തി വലയിൽ ഇത് കുടുങ്ങാൻ വേണ്ടിയിട്ട് അവരിത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ അങ്ങോട്ടും ഒരു വാതിൽ ഇങ്ങോട്ടും എല്ലാത്തിനും. അപ്പോൾ ഇതാണ് ഇവിടെ എല്ലാത്തിലും ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അതിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ ചെറുതേനൊക്കെ ചേട്ടൻ എടുത്തിട്ട് എങ്ങനെ വിപണികളിൽ കൊണ്ടുവന്ന് കൊടുക്കുമോ അതോ ആവശ്യക്കാർ വീട്ടിൽ വന്നാണോ വാങ്ങുന്നത്? അല്ല, ചെറുതേനെ വിപണിയിൽ കൊടുക്കാറില്ല. വീട്ടിലെ ആവശ്യക്കാർ അപ്പം വന്ന് കടകളിൽ കൊടുക്കാറുണ്ട്. അപ്പം ബാക്കി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എടുക്കുന്നതിന് മുന്നേ ബോർഡർ ചെയ്തേക്കാണ് ചെറുതേന്. എടുക്കുമ്പോഴത്തേക്ക് വച്ചേക്കെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് ഉണ്ടാവൂല. ചില ഒരു മാസത്തിനകം കാണത്തില്ല. തീർന്നു പോവുകയാണെങ്കിൽ പിന്നെ സീസൺ ആയാലും എടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ആ സമയത്ത് ആൾക്കാർ മുമ്പേ ഓർഡർ ചെയ്തേക്കും. എനിക്ക് മാറ്റി വെച്ചേക്കണം. ചെറുതേന ഒരു കിലോ എത്ര ചേട്ടൻ കൊടുക്കുന്നത്? 2200. വൻതേനാണെങ്കിൽ വൻതേന 300, 350 ആ റേറ്റിനാണ് കൊടുക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു നമുക്ക് ഈ സ്വയം തൊഴിലൊക്കെ കണ്ടെത്തുന്നവർക്ക് ഒരു വരുമാന വരുമാന മാർഗ്ഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലത്തൊക്കെ ഇത്തരത്തിൽ ആൾക്കാർ ഒരുപാട് പേര് ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അവർക്കൊരു ജീവിതോപാധിയാണ്. കാരണം നമുക്ക് അല്ല നമുക്കിപ്പോൾ ഇത് ടൈം പാസ്, കാരണം നമുക്ക് ബോർ അടിക്കുന്നില്ല. എപ്പോഴും ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു. അതെ അതെ അപ്പം ഇങ്ങനെ ജോലി ഇല്ല എന്നും പറഞ്ഞൊക്കെ അല്ലെങ്കിൽ തന്നെ ബോറടിക്കുന്ന ഒരു രീതിയില്ല. തേനീച്ച വളർത്തലിൽ ഒരു സമയം പോലും നമുക്ക് ബോറടിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്ത നമ്മളിലേക്ക് വരുന്നില്ല. എപ്പോഴും ഇതിൻ്റെ കാര്യം ഏതെങ്കിലും ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധയും കാര്യങ്ങളും ഇതിലേക്കാണ്. അപ്പം ഒരു സ്ഥലത്ത് നോക്കി കഴിയുമ്പോൾ അവിടെ പോകണമല്ലോ, അവിടെ പോകണം, അങ്ങനെ ഒരു ഇതിലേ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് നല്ല വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. അതിന്റെ കൂടെ അതുപോലെ അധ്വാനിക്കണം നമ്മൾ. അതിന്റെ കൂടെ നമ്മൾ നോക്കുകയും ബാക്കി കാര്യങ്ങളും കൂടെ നമ്മുടെ ഒരു ഇത് വേണം. കാരണം കൊണ്ട് വച്ചിട്ട് പിന്നെ അങ്ങോട്ട് തേൻ മാത്രം എടുക്കാൻ പോയാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് റാണി ഇല്ലാത്ത കൂട്ടിൽ ഒരു 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്നും റാണി മുട്ട ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതിനടുത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് കേടൊന്നും പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടോ 15 ദിവസം കഴിഞ്ഞിട്ടോ നമുക്ക് ആ മുട്ടയുടെ വളർച്ച അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി അത് വിരിഞ്ഞോ ഇല്ലയെന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വെച്ചാൽ ചിലപ്പോൾ 100 കൂട് ഇങ്ങനെ പിരുത്ത് വെച്ചിട്ട് ചിലപ്പോൾ അത് എല്ലാം വിജയിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അടപ്പും കൊണ്ട് എടുക്കുമ്പോഴേ നമുക്ക് അറിയാം ഇത് ഉണ്ട് എന്നുള്ള. അപ്പോഴങ്ങ് അടയ്ക്കും. ഇല്ല എങ്കിൽ നമുക്ക് ഇല്ലാത്ത കൂട്ടിൽ നിന്നും മുട്ട കളക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ അധികം മുട്ട ഉണ്ടെങ്കിൽ കൂടെ എത്താത്ത ബേക്കി കിടക്കുന്ന കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുട്ട എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഒരേ ലെവലിലേക്ക് എത്തും. ട്രെയിനിങ് ഞാൻ പോകാറുണ്ട്. എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ചിട്ട് അവർക്ക് എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന കണക്ക് ചെയ്താൽ മതി, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ട്രെയിനിങ്ങിനൊക്കെ ഇടയ്ക്ക് കൃഷിഭവൻ്റെ അവരിങ്ങനെ വിളിച്ചിട്ട് ട്രെയിനിങ്ങുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്പയർ ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ സമീപിച്ചാണല്ലോ എങ്ങനെ ചെയ്യണം. അപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കോളനി വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എനിക്കതൊന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവർ പിറ്റേ പ്രാവശ്യം അവർ സ്വയം ചെയ്യും. അതുമല്ല നമുക്കിപ്പോൾ കെമിക്കൽ ഇല്ലാത്ത ഒരു സാധനമായിട്ട് അതല്ലേ. അതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വീട്ടിൽ ഒരു തേനീച്ച കൂടെങ്കിലും വെക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു പൊള്ളലേക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു വയറ്റിന് എന്തെങ്കിലും അസുഖം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ തേൻ കഴിക്കുമ്പോഴത്തേന് വയറിളക്കുമോ പണ്ടൊക്കെ അതാണെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക്. അപ്പോൾ ഈ വയറ്റിനൊക്കെ എന്തെങ്കിലും വരുന്നെങ്കിൽ തേൻ കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതിന് ആഡ് ചെയ്ത് കഴിക്കുന്നതിനും ചെറുതേന് ഒറിജിനൽ നമുക്ക് ഒരു വിശ്വാസം വരികയാണല്ലോ നമ്മുടെ സാധനമാണെന്നുള്ളത്. മറ്റത് ഒറിജിനൽ ആണെങ്കിൽ പോലും വിശ്വാസമില്ലാതായിരിക്കും അത് കഴിക്കുന്നത്. അത് ഇതിലിപ്പം വിശ്വാസം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ നല്ലത് ഒറിജിനലായിട്ട് സത്യസന്ധത ചെയ്യുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർക്ക് അത് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാം മായമായത് കൊണ്ട് എല്ലാവരും ചിന്ത വരുന്നതാണ്. ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് നമ്മുടെ കൂടെ വന്ന് ഇതെല്ലാം കാണിച്ചു തന്നു. എങ്ങനെയാണ് തേനീച്ച കൃഷിയുടെ ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് നല്ല ഇതുപോലുള്ള ഈ തേനീച്ച കൃഷിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ മായക്കാഴ്ചകളുടെ മധുരമൂറുന്ന തേനൂറുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സുരേഷ് ഏട്ടൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്കൊക്കെ വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ ഒരു തേനീച്ച കൃഷി എന്ന് പറയുന്നത്. തേനീച്ച കൃഷി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു മാതൃകയാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്നത്. കാരണം ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് ജീവിത വിജയം നേടിയവർ പറയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തേനീച്ച കൃഷിയിലേക്ക് വരാൻ, അതായത് പ്രത്യേകിച്ചും ഈ ചെറുതേനീച്ച കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ ഒരു എപ്പിസോഡ് തീർത്തും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. മായക്കാഴ്ചകളുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.